ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഫ്രോക്ക് ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് സീരീസ് ആയിട്ട് നമ്മൾ കുറേ ഫ്രോക്സിൻ്റെ വീഡിയോസും ഇടാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഫ്രോക്സിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. ഇത് നമ്മുടെ 3ാമത്തെ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്. ആ 2 ഫ്രോക്കിനും നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമായിരുന്നു. ഒത്തിരി കമൻസും സംശയങ്ങളും ഒക്കെ വന്നിരുന്നു. എല്ലാത്തിനും ഞാൻ കഴിയുന്നതിനെല്ലാം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ഫ്രോക്കാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണിത്. നമ്മുടെ ഇന്നത്തെ ഫ്രോക്കിൻ്റെ അളവ് 3 മുതൽ 4 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെയാണ്. അപ്പം ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് പരിചയപ്പെടുത്താം. ഇത് കോട്ടൺ ക്ലോത്താണ്, നല്ല കട്ടിയുള്ള നല്ല ക്ലോത്താണ് കേട്ടോ. 1 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഇത് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് മീറ്ററിന് 150 രൂപ വില വരുന്ന ക്ലോത്താണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ യോക്ക് പോർഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ക്ലോത്താണ്. ഇത് 1/4 മീറ്റർ ക്ലോത്തേ വരുന്നുള്ളൂ. ഇത് മീറ്ററിന് 100 രൂപ വരുന്ന ക്ലോത്താണ്. അപ്പോൾ നമുക്കൊരു 25 രൂപ റേഞ്ചിലാണ് നമുക്ക് ഈ ക്ലോത്ത് ആവുന്നത്. അതുപോലെ തന്നെ ഞാൻ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 രൂപ. ഇതും 1/4 മീറ്റർ തന്നെയാണ്. അപ്പം 10 രൂപയാവും ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു 185, 175, 185 ആ ഒരു റേഞ്ചിൽ ആണ് നമുക്കിതിൻ്റെ ടോട്ടൽ ചിലവ് വരുന്നത്. ഇപ്പോൾ ഞാനിത് കൊടുക്കുന്നത് കടക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 450 ആ ഒരു റേഞ്ചിൽ കൊടുക്കും. അല്ല ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണെങ്കിൽ 500 റേഞ്ചിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ തുണിയുടെ കോസ്റ്റ് കുറഞ്ഞ തുണിയാണെങ്കിൽ, കുറച്ചുകൂടി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം കസ്റ്റമേഴ്സിനും കടക്കാർക്കും ഒക്കെ തന്നെ. കൂടിയ തുണിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നിങ്ങളെപ്പോഴും ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ടാണ് ഡീലെങ്കിൽ നിങ്ങൾ പറയുക നമ്മുടെ ക്ലോത്തിൻ്റെ കോസ്റ്റ് ഇത്രയുമാണ് എന്ന്. അല്ലെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എത്ര പൈസയ്ക്കുള്ളിൽ നിൽക്കുന്ന ക്ലോത്താണ് വേണ്ടത് എന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് ചെയ്തു കൊടുത്താൽ നമുക്കൊരു ക്ലാഷ് വരില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വില കൂടുതലാണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനിൽ എന്തെങ്കിലും ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി വർക്കോ അല്ലെങ്കിൽ ബീഡ്സ് വർക്ക് അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് അനുസരിച്ച് പൈസ കൂടുതൽ വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ് പീസിലാണ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത് യോക്ക് പാർട്ടിൻ്റെ. അതായത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസ് ആക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഈ ക്ലോത്തിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം സീം അലവൻസ് കൊടുക്കാനായിട്ടാണ് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ മടക്കി ഇടുന്നു. കൃത്യം 4 പീസായിട്ട് നമ്മൾ ഇതിലാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. ഇവിടെ 4 പീസായിട്ട് മുറിഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഞാനിവിടെ ആദ്യം കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നു. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ വന്നിട്ട് 4.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഇനിയും ഷോൾഡറിൽ നിന്ന് താഴേക്ക് കൈക്കുഴി 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ തീരെ വണ്ണം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ 4.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ഇനി കഴുത്തിൻ്റെ ഇറക്കം 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബോക്സ് ആയിട്ട് വരയ്ക്കുന്നു. ഞാനിവിടെ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും ഒരേ ഇറക്കമാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ ബാക്ക് നെക്ക്. ഇനിയും ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് സീം അലവൻസ് കൃത്യമായിട്ടാണ് തുണി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 6.5 ഇഞ്ച് 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നു. അടുത്തത് നമ്മളെ വേസ്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ വേസ്റ്റിൻ്റെ പോർഷനിൽ ഞാനിവിടെ 5.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുകയാണ്. വലിയ കുറവ് വരുന്നില്ല. അപ്പോൾ വണ്ണമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ സീം അലവൻസ് 1 ഇഞ്ച് കൂടി കൊടുത്തിട്ട് 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മളിതുപോലെ കഴുത്തിൻ്റെ ഭാഗം റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട്. കൈയുടെ പോർഷനും വരച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് ഇങ്ങനെ ഈ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ പോർഷൻ വന്നിട്ട് ചെറുതായിട്ടൊന്ന് കർവ് കൊടുക്കുക. കർവ് ചെയ്ത് വരച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്യുക. നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻ വന്നിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് കർവ് ചെയ്ത് ഇവിടെ നിന്നും ഇങ്ങനെ കൂടി ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൽ ഇവിടെ അല്പം കൂടി ചരിച്ച് വെട്ടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഷോൾഡർ സ്ലോപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ചരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള ഫ്രോക്ക് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ടോപ്പിൻ്റെ ലൈനിങ് ക്ലോത്ത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്യാം. അപ്പം സ്കേർട്ടിൻ്റെ ക്ലോത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ക്ലോത്ത് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആദ്യം വീതി ഭാഗം കൊണ്ട് 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഈ ക്ലോത്ത് കൃത്യം ഇങ്ങനെ സ്ക്വയറായിട്ട് നമ്മൾ മടക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ തുണിയെ കണ്ടോ കൃത്യം സ്ക്വയറായിട്ട് 4 സ്ക്വയർ പീസാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് ഓപ്പണിംഗ് വരുന്ന ഭാഗമാണ്. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് പീസ് പോലെ വരുന്ന പോർഷനാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ മടക്കിയത് എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിങ് പീസില്ലേ, ഈ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുക്കാനായിട്ട് നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഈ സ്കേർട്ടിൻ്റെ ക്ലോത്തിൻ്റെ ഈ കോർണർ ഭാഗത്ത് കണ്ടോ, ഇങ്ങനെ നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന ഈ കോർണർ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടോപ്പിൻ്റെ പോർഷൻ ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെയും. അപ്പോൾ നമ്മുടെ ഈ ലൈൻ നമ്മളിവിടെ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ 1 ഇഞ്ച്, അത് കൂട്ടണ്ട. ഇവിടെ നമ്മുടെ കൃത്യം മെഷർമെൻറ്റ് എവിടെയാണോ വരുന്നത് ആ മെഷർമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് നോക്കണം, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ലെങ്തും, അതായത് ഇപ്പോൾ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ലെങ്തും അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ ലെങ്തും സെയിം ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ശരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ്, നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ്. അപ്പം നമ്മൾ വേസ്റ്റ് 22 ആണെങ്കിൽ 22 ഡിവൈഡഡ് ബൈ 6, അല്ലെ 24 ആണെങ്കിൽ 24 ഡിവൈഡഡ് ബൈ 6. ആ മെഷർമെൻറ്റാണ് നമ്മളിവിടെ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇപ്പോൾ 3 ആണ് വരുന്നതെങ്കിൽ 3 ഇങ്ങനെ മാർക്ക് ചെയ്യുക. 2.5 ആണെങ്കിൽ 2.5 ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആ മെഷർമെൻറ്റ് ചിലപ്പോൾ ഒരല്പം വ്യത്യാസം വന്നാൽ ഇത് വലുതായിപ്പോവും. അതുകൊണ്ടാണ് ഇതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊരല്പം കർവാക്കിയിട്ട് കർവ് ചെയ്യുമ്പോൾ ഒത്തിരി കർവാകരുത്, ജസ്റ്റ് ഒരു കർവായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് കർവാക്കുക. നമ്മൾ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ടേപ്പ് ഈ ടിപ്പിൽ വെച്ചിട്ട്, ഈ ടിപ്പ് ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട ലെങ്തിനാണ് ഈ തുണി മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ 18 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ ടേപ്പ് എടുക്കരുത് കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ 18 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് പോവുക. ഇവിടെയും നമുക്ക് ഈ എൻഡിലും 18 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 മാർക്കെങ്കിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഈ 2 പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് റെഡിയായി. കാരണം ഈ സ്കേർട്ടിൽ വേറെ ഇടയ്ക്കൊരു കട്ടിങ്ങോ ഒന്നും വരുന്നില്ല. ഇതിന് ഫ്ലവർ കട്ട് എന്നാണ് പറയുന്നത്. പൂ പോലെ വിടർന്ന് കിടക്കും. നമുക്ക് യാതൊരു കട്ടിങ്ങും ഈ സ്കേർട്ടിൽ വരുന്നില്ല കണ്ടോ. റൗണ്ടായിട്ട് കിടക്കും. നമുക്ക് യാതൊരു സ്റ്റിച്ചിങ്ങും ഇതിൽ വരുന്നില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുക വേണ്ടി ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ടോപ്പുമായിട്ട് ഇത് വെച്ചങ്ങ് അറ്റാച്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫുൾ സർക്കിളിൽ വരുന്ന ഒരു കട്ടിംഗ് ആണിത്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല പോർഷനിൽ, നല്ല ഭാഗത്തായിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ കൈയുടെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസിൽ അടുത്ത പീസ് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്ത് കളയുക. 2 പീസിൻ്റെയും ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 2 പീസും റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസായിട്ട് ഉദ്ദേശിക്കുന്ന പീസിൽ ഞാൻ കഴിഞ്ഞ ഫ്രോക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുക. ഇപ്പോൾ സിപ്പാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ നീളത്തിന് കൊടുക്കുക, അതല്ല ഹുക്കാണെങ്കിൽ അതിൻ്റെ നീളത്തിന് കൊടുത്തിട്ട് പടി വെച്ച് നമ്മൾ മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള ഫ്രോക്സിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിപ്പ് വെക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ അതിൽ കാണിക്കുന്നില്ല, ഒത്തിരി ലാഗായി പോകും വീഡിയോ. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ ഈ ഷോൾഡർ 2 ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം
ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തു കൂടിയും ഈ ഷോൾഡറിൻ്റെ ഈ കൈയുടെ ഈ പോർഷൻ രണ്ടും പുറത്തുകൂടി നല്ല സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ. പതിച്ചടിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ. ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതേ നമ്മൾ കഴുത്തിൻ്റെ പുറമേ കൂടിയും കൈയുടെ പുറമേ കൂടിയും കണ്ടോ പുറമേ കൂടി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ രണ്ട് പോർഷനും ഈ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുമ്പ് തയ്ച്ച ഫ്രോക്കിലൊക്കെ ഈ ഫ്രണ്ടും ബാക്കുമായ പോർഷനിലേക്ക് നമ്മൾ സ്കേർട്ടിൻ്റെ ക്ലോത്ത് വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇത് തയ്ച്ചുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ നമ്മുടെ പാവാട ഒറ്റ പീസാണ്. പാവാടയ്ക്ക് യാതൊരു കട്ടിങ്ങും വരുന്നില്ല. നമ്മൾ കട്ട് ചെയ്തപ്പോൾ കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇതും അതേപോലെ വട്ടത്തിലാക്കുക. ഇവിടെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ടോപ്പിൻ്റെ പോർഷനും വട്ടത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ സ്കേർട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പീസ് എടുക്കാം. സ്കേർട്ടിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ സിക്സാക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റോൾഡ് ആയിട്ട് തയ്ക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ അടിയിൽ ലേസൊക്കെ വെക്കണം, അല്ലെങ്കിൽ സാറ്റിൻ റിബണൊക്കെ വെച്ചാലും കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലോത്തിൻ്റെ നമ്മൾ ടോപ്പ് പോർഷനും ഈ സ്കേർട്ടും കൂടി ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ ഈ അരവണ്ണവും ഈ ചെയ്തിരിക്കുന്ന ടോപ്പിൻ്റെ ഈ ഭാഗത്തെ വണ്ണവും കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ വണ്ണം കൂടിപ്പോവുകയോ കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. കൂടിപ്പോയാൽ ഇത് ഈ ഭാഗമായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ പിന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇനി നമ്മൾ ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ രണ്ട് പോർഷനും ഇതും സ്റ്റിച്ച്ഡ് ആണ്, ഇതും ഇതുപോലെ വട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ പോർഷൻ ഇല്ല. അതുകൊണ്ട് നമ്മളിത് ഈ ടോപ്പിൻ്റെ നല്ല സൈഡിലേക്ക്, അതായത് നമ്മൾ ഇത് കാണുന്നത് അകത്തെ ഭാഗമാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സ്കേർട്ട് ഇങ്ങനെ കടത്തി വെക്കുക. സ്കേർട്ടിൻ്റെ നല്ല പോർഷൻ തന്നെയാണ് കടത്തി വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ഈ ടോപ്പിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വട്ടത്തിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിത് രണ്ട് പാർട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സ്കേർട്ടും ടോപ്പും തമ്മിൽ. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. നല്ല ഭംഗിയുള്ളത് കണ്ടോ, ഭയങ്കരമായിട്ട് വിടർന്ന് കിടക്കുന്ന ഒരു ഫ്രോക്കാണിത്. ഫുൾ സർക്കിൾ വരുന്നതാണ്. അംബർല കട്ടിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. പക്ഷേ അംബർല കട്ടിനെക്കാട്ടിലും വിടർന്ന് കിടക്കും കേട്ടോ ഈ സ്കേർട്ട്. അതുപോലെ സ്കേർട്ടിൽ ഒറ്റ സ്റ്റിച്ച് പോലും വരുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, വട്ടത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. ഇത് പക്ഷേ ഒത്തിരി വലിയ കുട്ടികൾക്ക് ഇങ്ങനെ തയ്ക്കാൻ പറ്റത്തില്ല. കാരണം തുണിക്ക് നല്ല വീതി വരുന്നതനുസരിച്ച് ഒരു 7-8 വയസ്സ് വരെ, മാക്സിമം 10 വയസ്സ് വരെയൊക്കെ നമുക്ക് 56 ഇഞ്ച് തുണി വീതിയുള്ള തുണി കിട്ടിയാൽ പോലും ഇങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡും കട്ട് ചെയ്യുന്ന അംബർല കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഞാനിവിടെ തറയിൽ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി വിടർത്തിയിട്ടതാണ്. വിടർത്തിയിടുമ്പോൾ ഇതുപോലെ ഫുൾ സർക്കിളിൽ കിടക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ്. കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ നല്ല രസമായിട്ട് കിടക്കും. ഇനി നമുക്കിതിന് ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ബട്ടർഫ്ലൈയോ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക. അതല്ല നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ, എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല ഭംഗി തന്നെ ആയിരിക്കും. അതുപോലെ ബാക്ക് ബാൻഡ് കൊടുക്കുന്നതും ഞാൻ ഇതിൻ്റെ ഒപ്പം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേറ്റ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അതുകൂടി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള വർക്കൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്കിത് ഒരു 500 രൂപ അടുപ്പിച്ചുള്ള വിലയിൽ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ തുണിയുടെ വില അനുസരിച്ച്, അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കൂടിയ തുണിയാണെങ്കിൽ നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. തുണിയുടെ റേറ്റ് അനുസരിച്ചാണ് നമ്മളിത് വില നിശ്ചയിക്കേണ്ടത്. പിന്നെ നമ്മുടെ ടൈം ഓഫ് വർക്ക്, നമ്മളിതിൽ കൂടുതൽ വർക്ക് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് പൈസ കൂട്ടി വാങ്ങിക്കാം കേട്ടോ. കാരണം വർക്കുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മളൊരു മിനിമം ക്വാളിറ്റിയുള്ള തുണിയും സ്റ്റിച്ചിങ് പെർഫെക്ഷനും അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ ഇതിട്ടോടെ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് അടുത്ത ഫ്രോക്കിൻ്റെ മോഡലുമായിട്ട് നമുക്ക് ഉടനെ കാണാം. Thank you for watching.